ഹായ്. ഞാനേ ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഷോർട്സ്, അതിനകത്ത് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനെ പറ്റിയെന്നറിയോ? ഡിഗ്നിറ്റി ഓഫ് ലേബർ തന്നെയാണത്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞത് ഓൺലി പ്രൊഫഷണൽസിനെ പറ്റിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ പ്രൊഫഷണൽസിനെ പറ്റി മാത്രം പറഞ്ഞത്? അതിനകത്ത് ഉണ്ടായ ആ ഇൻസിഡൻറ്റ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ച ഒരാളെ അപമാനിക്കുന്നതാണ്. നമുക്ക് എല്ലാവരെയും ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ തൊട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരെ പോലും ആവശ്യമാണ്. അവരൊരു ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ നഗരം നാറും. മനസ്സിലായില്ലേ? ഈവൻ സ്കാവെഞ്ചിങ് ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം പണി മുടക്കുകയോ വരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം സ്റ്റിൽട്ടായിരിക്കും നമ്മുടെ റോഡുകളിൽ. അതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണൽ ഡിഗ്രീസിനെ കമ്പയർ ചെയ്യുന്ന ചില കൂട്ടരുണ്ട്. അവർക്ക് ഒരു ഡിഗ്രി കാണത്തില്ല. കഷ്ടിച്ച് 2-3 പ്രാവശ്യമൊക്കെ 10ാം ക്ലാസ് എഴുതി പാസ്സായ ടീംസൊക്കെയാണ് ഈ ഇരുന്ന് വക്കീല് പഠിച്ചവരെയും ഒക്കെ ഇകഴ്ത്തി സംസാരിക്കുന്നത്. അതിനാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ടീച്ചറോ വക്കീലോ എഞ്ചിനീയറോ ഡോക്ടറോ അതൊന്നുമല്ല കാര്യം. അവരെ ഒക്കെ ആവശ്യങ്ങൾ വന്നേക്കാം. ഒരു ടീച്ചറുടെ അടുത്ത് ചെന്ന് ചോദിക്കേണ്ടി വന്നേക്കാം ഒരു ഹെൽപ്പ്, ഒരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂഷന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ബാക്കി എല്ലാവരും തന്നെ വീട്ടിനകത്ത് തൂമ്പ കളിക്കാൻ വരുന്നവർ പോലും ആവശ്യമാണെന്ന് ബെൻസി പറഞ്ഞ് ഞാൻ വായിച്ചു കേട്ടോ. യെസ്, ഓഫ് കോഴ്സ് ഐ അക്സെപ്റ്റ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ ജേർണൽ എഴുതുന്ന സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വലിയ നന്മമരമായിട്ടൊന്നും അല്ല കേട്ടോ. ഞാനത് അബ്സോർബ് ചെയ്തെടുത്തതാണ് എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ അമ്മയും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ ഇങ്ങനെ ഉയർച്ച താഴ്ച ചിന്തകളൊന്നും അമ്മയ്ക്കില്ല കേട്ടോ. അമ്മ അതുപോലെയാണ്. അപ്പോൾ അമ്മയും അച്ഛമ്മയും, കൂടുതലും അച്ഛമ്മയാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അമ്മ എപ്പോഴും ബിസി ആയിരുന്നല്ലോ. നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കും. പേരൻസ് എപ്പോഴും അവൈലബിൾ ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ ഈ ബുക്ക് ഇന്ന് ഇതാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഞാൻ എഴുതി വെച്ചതാണ്. ഇതിൽ ചിലതൊക്കെ ഇങ്ങനെ അരകുറയായിട്ട് ഇത് കണ്ടോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അതിൽ ശരിയായിട്ടില്ല, ഒരുമാതിരി ഉണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങ് മനസ്സിൽ വരുന്നത് അങ്ങ് എഴുതും. ജേർണലിംഗ് ആണ്. എൻ്റെ പാറുക്കുട്ടി ചേട്ടത്തി. പാറുക്കുട്ടി ചേട്ടത്തി മരിച്ചിട്ടിപ്പോൾ കൊല്ലം 1 or 2 അതോ എത്രയെങ്കിലും ആവട്ടെ. കാരണം എൻ്റെ മനസ്സിൽ ഇത് ഞാൻ എഴുതുന്ന വർഷം 2000 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു മിനിറ്റ് കേട്ടോ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഇത് ഇപ്പോഴൊന്നും എഴുതിയതല്ല. ചിലത് 2011 ഓഗസ്റ്റിൽ എഴുതിയതാണേ. അപ്പോൾ 2011 ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 14 വർഷമായി അല്ലേ ഞാൻ ഇത് എഴുതിയിട്ട് തന്നെ. ഇതിനും 14 വർഷങ്ങളിൽ 2-3 വർഷം മുമ്പാണ് പാറുക്കുട്ടി ചേട്ടത്തി മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ വായിക്കാവേ. പാറുക്കുട്ടി ചേട്ടത്തി മരിച്ചിട്ടിപ്പോൾ കൊല്ലം 1 or 2 അതോ 3 എത്രയെങ്കിലും ആവട്ടെ. കാരണം എൻ്റെ മനസ്സിൽ പാറുക്കുട്ടി ചേട്ടത്തിക്ക് മരണമില്ല. സ്നേഹത്തിൻ്റെ ആ തൂവൽ സ്പർശം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ അറിയാറുണ്ട്. മോളെ, മോളൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് എന്നെ കണ്ടാൽ കണ്ണിൽ വെളിച്ചം ഇരട്ടിക്കുന്ന ആ പാറുക്കുട്ടി ചേട്ടത്തി. ഇരട്ടിക്കുന്ന ഒരു മിനിറ്റ്. എന്നെ കണ്ടാൽ വെളിച്ചം ഇരട്ടിക്കുന്ന കണ്ണുകളോടെ ഓടി വരുന്ന ആ വയോധിക. എത്ര വയസ്സുണ്ടാകും മരിക്കുമ്പോൾ? അറിയില്ല. തീർച്ചയായും 80-നോടടുത്തുണ്ടായി കാണും. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നോ? അതോ ഞാനല്ലേ പാറുക്കുട്ടി ചേട്ടത്തിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. വലിയമ്മച്ചിയെ സഹായിക്കാൻ എത്തുന്ന പാറുക്കുട്ടി ചേട്ടത്തി വീട്ടിൽ വന്നു തുടങ്ങിയതും എപ്പോൾ നോക്കിയാലും വല്യമ്മച്ചിയുടെ നിഴലായി ചക്കയിടാനും നെല്ല് പുഴുങ്ങാനും അത് കുത്തിക്കാനും പാറ്റാനും പാത്രം കഴുകുവാനും എന്ന് വേണ്ട വിറക് പെറുക്കാനും വരെ പാറുക്കുട്ടി ചേട്ടത്തി കാണാം. ജോലിക്ക് വരുന്നു, പിന്നെ അതേ ഉള്ള ചിന്ത, ഒറ്റ ജോലി ചിന്ത മാത്രം. ഒരു ജോഡി കള്ളിമുണ്ട് ഓണത്തിന് വാങ്ങിയാൽ അടുത്ത ഓണം വരെ അതാണ് ഉടുക്കുക. വീട്ടിൽ നിന്നും വൈകിട്ട് നെല്ല് കുത്തുന്ന അന്ന് കൊടുക്കുന്ന അരിയും തേങ്ങ ഇടുമ്പോൾ കൊടുക്കുന്ന തേങ്ങയും മാങ്ങയും കപ്പയും ചക്കയും എല്ലാം ഒരു കുട്ടയിലാക്കി തലയിലേറ്റി നേരം അന്തി മയങ്ങുമ്പോഴാണ് മടക്കം. അത്രയും നേരം ഞങ്ങളുടെ വീട്ടിൽ ജോലിയായിരിക്കും. സൂര്യൻ പടിഞ്ഞാറ്റയിൽ ചുവന്ന് വരുമ്പോൾ വല്യമ്മച്ചി പറയും,
വല്യമ്മച്ചി എന്ന് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും എന്നെ കേൾക്കുന്നവർക്ക്. പാറുക്കുട്ടി നേരെ മന്തിയായി, പോവാൻ നോക്കടി പെണ്ണേ. ഉടനെ തിരിച്ചു പറയും, കാത്തേഞ്ചെടുത്തി ആ പാത്രമുണ്ട്, അതുകൂടെ മോറിയിട്ട് പോകാം. അവരങ്ങനെയാ സംസാരിക്കുക. ചില സന്ധ്യകളിൽ കുമാരൻ ചേട്ടൻ പാറുക്കുട്ടി ചേട്ടത്തിയുടെ ഭർത്താവ് വരും വിളിച്ചുകൊണ്ട് പോകാൻ. ചില നാളുകളിൽ വഴിക്ക് അതിൻ്റെ എങ്ങനെയായാലും അത് മനസ്സിലാവണില്ല, എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഭർത്താവ് വരും വിളിച്ചുകൊണ്ട് പോകാൻ. എങ്ങനെയെങ്കിലും, അതായത് എന്താണ് അങ്ങനെ എഴുതിയിരിക്കണം ഞാൻ, അത് ശരി, എങ്ങനെയായാലും, അതായത് അടിച്ചും ഇടിച്ചും പദം വരുത്തിച്ചാണ് പാറുക്കുട്ടി ചേട്ടത്തിയോടുള്ള സ്നേഹം, ഇഷ്ടം പ്രകടിപ്പിക്കുക ചില നാളുകളിൽ നിന്ന്. കാരണം ഇവരെപ്പോഴും ശണ്ടയാണ്. പാറുക്കുട്ടി ചേട്ടത്തിയുടെ വായിലെ നാക്ക് ശരിയല്ല കേട്ടോ. സ്വകാര്യമായി പാറുക്കുട്ടി ചേട്ടത്തി എന്നോട് പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. അതായത് പാറുക്കുട്ടി ചേട്ടത്തി പറയാണ്, വടി കൊടുത്ത് അടി വാങ്ങുന്നതാണെന്ന്. അതായത് ചീത്ത വാക്കുകൾ ഉതിർക്കുമ്പോഴാണ് കുമാരൻ ചേട്ടൻ പാറുക്കുട്ടി ചേട്ടത്തിയെ ക്രോധം പൂണ്ട ബാലിയെ പോലെ അലറി ഓടിയടുത്ത് ഇടിക്കുന്നതെന്ന്. ഈ ക്രോധം പൂണ്ട ബാലി എന്നൊക്കെ പറഞ്ഞത് എൻ്റെ വേർഡ്സ് അല്ല, അവിടെ നിന്ന് ഞാൻ കേട്ടതാണ്. പിന്നെ എപ്പോഴോ എന്നോട് സരോജിനിയുടെ കടുങ്കൈ വായിച്ച് രസിച്ച കാര്യം പറഞ്ഞു. അതിൽ 4 വരിയും പാടി. ചതിയനാണെന്നവൾ അറിഞ്ഞില്ലയ്യോ എന്ന് നീട്ടിപ്പാടും. സുഹൃത്തുക്കളെ, ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതുന്നതാണ് കേട്ടോ. പണ്ട് അവർ എൻ്റെ ചെറുപ്രായത്തിൽ, അതായത് എനിക്ക് 10 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ എഴുതുന്ന വരികൾ ഒക്കെ അവർ പറഞ്ഞു കേൾക്കുന്നതാണ്, ഞാൻ വായിച്ചതല്ല. ഞാൻ സരോജിനിയുടെ കടുങ്കൈ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞു തരും, ആമ്പിള്ളേരൊക്കെ പലതും പറഞ്ഞടുക്കാൻ നോക്കും കേട്ടോ കുഞ്ഞെ. അങ്ങനെ അടുത്തത് കൊണ്ടാണ് സരോജിനിക്ക് ഈ ഗതി വന്നത്. ഇങ്ങനെയാണ് ആ ഒരു ഇത്. അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ പേര് സരോജിനി എന്നാണ്. അതുകൊണ്ട് സരു ആൻറ്റിയുടെ പേരാണ് സരോജിനി. അതിനാൽ സരോജിനി മരിക്കുന്ന ഭാഗം പാറുക്കുട്ടി ചേട്ടത്തി പറയുമ്പോൾ ഞാൻ എണീറ്റ് പോകും. എനിക്കിഷ്ടമല്ല അത് കേൾക്കാനായിട്ട്. അപ്പോൾ പിന്നിൽ നിന്ന് വിളിയാ, മോളെ ഇത് മുഴുവനും കേക്ക്, ഇത് മുഴുവനും കേട്ടിട്ട് പോ മോൾട്ടി, ഇത് കേക്ക് മോളെ. ഞാനൊരു 12,000 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഞാനുണ്ടോ നിൽക്കുന്നു, ഓടി സിനി ചേച്ചിയുടെ അടുക്കലേക്ക് പോകും. സിനി ചേച്ചി എൻ്റെ വലിയച്ഛൻ്റെ, വാസുദേവൻ വലിയച്ഛൻ്റെ മകളാണ്. ആലപ്പുഴയിൽ പോളിയിൽ പഠിക്കുകയാണ്. അവിടെ വരുന്ന പുതിയ സിനിമകളെല്ലാം കാണും. അതിനാൽ ഞാൻ പാറുക്കുട്ടി ചേട്ടത്തിയുടെ പഴയ സരോജിനിയെ വിട്ട് ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന പുതിയ സിനിമയുടെ കഥ കേൾക്കാൻ ഓടും. പിന്നെ ഒരു വരവ് അന്ത് മയങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ പുളിവാറലെടുത്ത് കലി തുള്ളി വിളിക്കുമ്പോൾ, അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ, ആശേ അടിക്കില്ലേ, ആശേ മോളെ ഇങ്ങനെയൊക്കെ അടിക്കില്ലേ എന്ന് പറഞ്ഞ് പാറുക്കുട്ടി ചേട്ടത്തി വട്ടം നിൽക്കും. ഒരംഗക്കളരിയാണ് പിന്നെ വീട്. കലി തുള്ളി അമ്മ, തറുതല പറഞ്ഞ് ഞാൻ. ചില ദിവസം വീടിന് ചുറ്റും ഓടിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് പാറുക്കുട്ടി ചേട്ടത്തിയുടെ കാര്യമല്ലേ. ആയമ്മയുടെ അവസാനത്തെ വരവ് അതെൻ്റെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു വരുന്നു. ഞാൻ വീടിൻ്റെ നടക്കല്ലിൽ ഇരിക്കുകയായിരുന്നു. അതാ വരുന്നു പാറുക്കുട്ടി ചേട്ടത്തി പടികടന്ന്. കണ്ണിന് അത്ര കാഴ്ച പോരാ. അതിനാൽ നെറ്റി ചുളിച്ച് ആളെ തിരിച്ചറിയാൻ വൃഥാ പരിശ്രമിച്ചുകൊണ്ടാണ് വരുന്നത്. കുറച്ചടുത്ത് വന്നു കഴിഞ്ഞാണ് ഞാനാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായത്. ഉടനെ എൻ്റെ മോളെ എന്നും പറഞ്ഞ് സന്തോഷാതിരേകത്താൽ മുറ്റം തൊട്ട് നെറുകയിൽ വെച്ചു. അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എനിക്കറിയില്ല, ഇന്നും അറിയില്ല. അതൊരു സൂചനയായിരുന്നുവോ? എനിക്ക് സങ്കടം വരുന്നു. പാറുക്കുട്ടി ചേട്ടത്തിയുടെ ഒരു കാര്യം കൂടിയുണ്ട്. നല്ല കഞ്ഞിപ്പശ മുക്കി തേച്ച് മടക്കി വെച്ച ഒരു മുണ്ടുണ്ട്. അതിലൊന്ന് എടുത്താൽ അത് അങ്ങനെ തന്നെ ചടവില്ലാതെ തിരിച്ചു കൊണ്ടുവന്ന് പെട്ടിയിൽ വെക്കും. എവിടെയാണ് ഈ പോകുന്നതെന്നറിയോ? ആയുർവേദ ആശുപത്രിയിൽ. പാറുക്കുട്ടി ചേട്ടത്തി എങ്ങനെയാണെന്നറിയോ മുണ്ട് തേക്കുന്നത്? അവരുടെ വീട്ടിൽ ഒരു ഓട്ട് കിണ്ണമുണ്ട്. ആ ഓട്ട് കിണ്ണത്തിൽ ചൂടുവെള്ളം നിറയ്ക്കും. അതിനുശേഷം ഈ പായയിൽ ഈ മുണ്ട് നിവർത്തി വെച്ചിട്ട് ഈ എന്താണത്, ഈ ഓട്ട് കിണ്ണം അതിന് മുകളിലൂടെ ഓടിക്കും. അയൺ ബോക്സ് ഇല്ലല്ലോ, കറണ്ടും ഇല്ല, അയൺ ബോക്സും ഇല്ല. അപ്പോൾ ഈ മുണ്ട് നിവർന്ന് കിട്ടും. ഈശ്വര. ഈ ആയുർവേദ ആശുപത്രിയിൽ പോയി മരുന്ന് വെള്ളം വാങ്ങി വരും. മരുന്ന് വെള്ളം എന്നാണ് പാറുക്കുട്ടി ചേട്ടത്തി അതിനെ പറയണേ. കഷായമാണ്,
അതിനാരാണാവോ ആ പേര് കൊടുത്തത്. വലിയമ്മച്ചി 25 പൈസ കൊടുത്തിട്ട് പറയും, നടന്നു പോകണ്ട പാറുക്കുട്ടി, ഈ വെയിലത്ത് ബസ്സിൽ പോവൂ. എന്നാലോ ആയമ്മ നടന്നേ പോവൂ. ആ 25 പൈസ കൂട്ടി കൂട്ടി 1 രൂപയാക്കും, പിന്നെ 2 രൂപയാക്കും, പിന്നെ 5 രൂപയാക്കും. അങ്ങനെയാണ് പൈസ കൂട്ടി വെക്കുന്നത്. നടന്ന് നടന്ന് ക്ഷീണിച്ച് ഉച്ചയാവും. ഇളവെയിലും കൊണ്ടൊരു വരവുണ്ട്. വലിയമ്മച്ചി തുടങ്ങും വഴക്ക്. ഈ ഷെയ്ത്താനോട് പറഞ്ഞാലും കേൾക്കൂല. ഷെയ്ത്താൻ എന്നാണ് വലിയമ്മച്ചിയുടെ ഡിക്ഷണറിയിലുള്ള നിഘണ്ടുവിലുള്ള ഏറ്റവും വലിയ ചീത്ത വാക്ക്. അതിനു മേലെ വലിയമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. സ്നേഹത്തോടെയുള്ള വിളിയാണിതെല്ലാം. പാറുക്കുട്ടി ചേട്ടത്തി ഊറിച്ചിരിക്കും ഇതെല്ലാം കേട്ട്. ഇപ്പോൾ വലിയമ്മച്ചിയും പാറുക്കുട്ടി ചേട്ടത്തിയും അങ്ങ് മേലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സരോജിനിയുടെ കടുങ്കയെ പറ്റി ആവുമോ പറയാറുണ്ടാവുക? ഈ മോളെ പറ്റി അവർ സംസാരിക്കുന്നുണ്ടാവോ? എപ്പോഴും മോളൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആ ചേട്ടത്തി എൻ്റെ അച്ഛമ്മയെ സഹായിക്കാനാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ്. എനിക്കിങ്ങനെയുള്ള കഥകൾ പറഞ്ഞു തരും. ഞാനും അവരോടൊപ്പം പോയിരുന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കഞ്ഞി വിളമ്പി കഴിഞ്ഞാൽ ഞാൻ അതെടുത്തിട്ട് പാർക്കുടിച്ചെഴുതി താഴെ ഇരുന്നാൽ കഴിക്കുക. ഞാൻ അതിൻ്റെ അടുത്ത് പോയിരുന്ന് കഴിക്കും, കഥകൾ കേൾക്കും, കുമാരൻ ചേട്ടൻ ഇടിക്കുന്ന കാര്യങ്ങൾ പറയും. അതൊക്കെ എൻ്റെ അനുജൻ പാർക്കുട്ടിച്ചെഴുതിയെ പാച്ചാത്തി എന്നാണ് വിളിച്ചിരുന്നത്. അവൻ എന്തിനാ ആ വിളി മാറ്റിയത് എനിക്ക് അതും ഓർമ്മയില്ല. പിന്നീട് പാറുക്കുട്ടി ചേട്ടത്തിയുടെ മരണവിവരം ഞാൻ അറിയുന്നത് മദ്രാസിൽ എൻ്റെ ഓഫീസിലിരുന്നാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഓഫീസിൽ ഈ വിവരം ഞാൻ അച്ഛൻ വിളിച്ചു പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞു ഞാൻ. എല്ലാവരും ഓടി വന്നു എൻ്റെ അടുത്ത്. എൻ്റെ വീട്ടിലെ ആരെങ്കിലും ആണോ മരിച്ചതെന്ന് ചോദിച്ച്. എന്തായാലും പാറുക്കുട്ടി ചേട്ടത്തിയുടെ ഓർമ്മകൾ അത് അവസാനിക്കുന്നില്ല എൻ്റെ ഈ ഡയറി കുറിപ്പിലൂടെ. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. എൻ്റെ ജേണലാണ്. അപ്പം ഞാൻ പാർക്കുട്ടി ചേട്ടത്തിയെ പറ്റി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛമ്മയെ സഹായിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ്. അവരുടെ മക്കളും വരാറുണ്ട് കേട്ടോ. പാർക്കുട്ടി ചേട്ടത്തി ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിൽ ജീവിക്കുന്ന ജനങ്ങളില്ലേ, അങ്ങനെയാണ്. ഈ ബാറ്ററിയൊക്കെ എടുത്തുകൊണ്ട് പോയി ചാണകം മെഴുകി വീടൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നറിയോ? പാർക്കുട്ടി ചേട്ടത്തി, പുന്നച്ചേട്ടത്തി, ഇവരൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സുമാണ്. കുറച്ച് ദൂരമുള്ള വീടിൻ്റെ അവിടെ നിന്ന്. എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളല്ല. എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ നിർമ്മലത ഉണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ അറിയുന്നവരെല്ലാം അത് സമ്മതിക്കുക. അതെല്ലാം ഇങ്ങനെയുള്ള ഈ സ്വാധികളുടെ കൂടെ ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്തത് കൊണ്ടാണെന്ന് ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ അവിടെ കാവുണ്ട്. ആ കാവിൽ ചൊവ്വാഴ്ചക്കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്. പിന്നെ വേറൊരു കാവും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയി ആ കാവിൻ്റെ പേര്. അവിടെ ഇതുണ്ടാവും, ഈ ഉത്സവങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പാർക്കുട്ടി ചേട്ടത്തിയുടെ വീടാണ് ആ കാവിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അവരുടെ കൂടെ കിടന്നുറങ്ങും രാത്രി. എൻ്റെ മോളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും അമ്മ. പാർക്കുട്ടി ചേട്ടത്തിയുടെ വീട് കൂട്ടേൻ്റെ വീടും കേട്ടോ. പോയിട്ട് ഈ ചേച്ചിമാരുടെ കൂടെ അതൊക്കെ പോയി കണ്ട് കരിവളയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും അവരെ കൊണ്ട് പറ്റുന്നത്. അതൊക്കെ വാങ്ങിച്ച് അവരുടെ കൂടെ പായൽ കിടന്നുറങ്ങുമെന്ന്. അടുത്ത ദിവസം രാവിലെ പാകുചേടത്തി എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വിടും. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു അതിശയമാണ്. തേക്കാത്ത ചെങ്കല്ലിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ പായ, അവരുടെ മെത്തപ്പായ നല്ലതെടുത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്ത് പാർക്കുചേടത്തി ഒരു തുണി കൊണ്ട് അത് നല്ലോണം തുടച്ചിട്ട് എന്നോട് മോളെ ഇവിടെ കിടന്നോളൂ എന്ന് പറയും. അവർ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുകയാണ് ആ പായ. മറ്റതും അവരുടെയൊക്കെ സാധാരണ തഴപ്പായയില്ലേ. ഈ പായകൾക്ക് തന്നെ ഉണ്ടല്ലോ, ആ പായ മെത്തപ്പായ എന്നാ പറയണേ. മെത്ത പോലെ ഇരിക്കും, നല്ല കട്ടിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ചൊരു വെള്ള കളറായിട്ട്. എന്നാൽ ഇവര് മറ്റേ ഇങ്ങനെ അപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ കിടക്കും. തായ്മുറി എന്ന് പറഞ്ഞൊരു മുറി ഒരെണ്ണം ഉണ്ട് അവർക്ക്. അത് അങ്ങോട്ടും ഇറങ്ങാം ഇങ്ങോട്ടും ഇറങ്ങാം. അത് രണ്ടും മാത്രമാണ് ഉറപ്പുള്ളത്. കുമാരൻ ചേട്ടനൊക്കെ വരാന്തയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവരവിടെയാണ് കിടക്കുക. കുമാരൻ ചേട്ടൻ, പെമ്മക്കളും പാർക്കുട്ടി ചേട്ടത്തിയും ഇതിൻ്റെ ഉള്ളിൽ, ജയകുമാരി ചേച്ചിയും അംബുജൻ ചേച്ചിയും. അവരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. ജയകുമാരി ചേച്ചിയൊക്കെ കാണാം. എല്ലാവരും നല്ല സ്ഥിതിയിലായി. ഇപ്പോൾ നല്ല രീതി, നല്ല വീടെല്ലാം വെച്ച് മക്കളെയൊക്കെ കല്യാണം കഴിച്ച് അവരുടെ ഹസ്ബൻഡൊക്കെ നല്ല ജോലിയുണ്ട്, നല്ല പോലെ ജീവിക്കുന്നു. അപ്പോൾ ഇവരുടെ അതേപോലെ
ആൺമക്കളും ആണെങ്കിലും അതെ, മരിച്ചു പോയി ഒരാൾ. ആൺമക്കളും ആണെങ്കിലും അതെ, നല്ല രീതിയിലാണ് ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് ആണ് കഴിയുന്നത് അവരൊക്കെ. അപ്പം നല്ല ആളുകളാണ് അവർക്ക്. അപ്പോൾ എന്താണെന്നറിയോ, ആദ്യകാലങ്ങളിൽ ഈ പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉള്ള ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞ പോലെ 60-75 വർഷത്തോളം ആയിട്ടുള്ളൂ ഇന്ത്യയും. അപ്പോൾ ആ സമയങ്ങളിൽ എല്ലാത്തിനും ഒരു നിശ്ചിത അളവിലാണുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഐ മീൻ എല്ലാം ഉണ്ട് ഇന്ന് ആളുകൾക്ക്, അല്ലേ? ആർക്കും ഒന്നും ഇല്ലായ്മ അങ്ങനെയില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്ന കേരളത്തിൽ മാത്രം കണ്ടതുകൊണ്ടായില്ല കേട്ടോ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇനിയും ഉണ്ട് ഗ്രാമങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൃത്യമായിട്ട് മരുന്നും ഭക്ഷണവും കിട്ടാത്ത ആളുകളുണ്ട്. അപ്പം നമ്മൾ എന്താണ് നമ്മൾക്ക് ഉള്ളത്? നിങ്ങൾക്കൊരു വീടുണ്ടോ കിടന്നുറങ്ങാൻ? ചിലപ്പോൾ തേക്കാത്ത വീടായിരിക്കും. അവരുടെ ആ വീടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെങ്കല്ലിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മറ്റേ പറന്ന് നടക്കുന്ന സാധനമില്ലേ, വേട്ടാവളിയൻ, അതിൽ കൂടുകൂട്ടൊക്കെ ചെയ്യും. അന്ന് പിന്നെ കടന്നൽ അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇവരിങ്ങനെ കണ്ടുപിടിച്ചിട്ട് മണ്ണ് വെച്ച് തേക്കും പാർക്കുടിച്ചെടുത്തി. ഈ ഉത്സവത്തിനൊക്കെ മുമ്പ് അതൊക്കെ ഒരു ചടങ്ങാണ് പുള്ളിക്കാരത്തേക്ക്. പിന്നെ എന്തായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു വന്ന് അവരൊക്കെ ആ വീട്ടിൽ അവരെത്രയോ കണ്ടന്റഡായിട്ടാണ് കഴിയുന്നത്. നമ്മൾ ഓരോരോ സൗധത്തിലിരുന്നിട്ട് ആളുകൾ പറയും, അയ്യോ എന്ത് ചെയ്യും ദൈവമേ, പണം വേണമല്ലോ. എന്തിനാണ് പണം? എന്തിനൊക്കെയാണ് വേണ്ടത്? പണം വേണ്ടത് വസ്ത്രം, ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ. നമ്മൾ വസ്ത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേടിച്ചു കൂട്ടുന്ന ആൾക്കാരില്ല, അതല്ല കേട്ടോ. വസ്ത്രം, കിടപ്പാടം, അടച്ചുറപ്പുള്ള കിടപ്പാടം, ചോരാതെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഭക്ഷണം, 3 നേരം കഴിച്ചില്ലെങ്കിലും 2 നേരം കഴിച്ചാലും വിശപ്പാറ്റാനുള്ള ഭക്ഷണം. കാരണം വിശപ്പ് വരുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, ശരിയല്ലേ അത്? അപ്പോൾ ഇതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ലോകത്തെ ഭാഗ്യവാന്മാരിൽ ഒരാളാണ്. നിങ്ങൾക്ക് വലിയ അലട്ടലുള്ള അസുഖങ്ങളൊന്നുമില്ലേ? നിങ്ങൾ ഇനിയും ഭാഗ്യം ചെയ്ത ആളുകളാണ്. അപ്പം നമ്മുടെ ഭാഗ്യങ്ങളെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളെ നമ്മൾ മറക്കണം. എന്താണ് നമുക്ക് ഇല്ലാത്തത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, അയൽവക്കത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇല്ലാത്തത് തോന്നുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമുക്കുണ്ട്, അല്ലേ? അയൽവക്കത്ത് വലിയ കാറ് കിടക്കുന്നത് കണ്ടിട്ട് ഇപ്പുറത്തിരിക്കുന്ന ചെറിയ വീട്ടിലിരിക്കുന്ന ആള് അതെനിക്ക് വേണം അങ്ങനെ ആഗ്രഹിക്കൂ? ഇല്ലല്ലോ. അതിനെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അദ്ദേഹം വളർന്നു വന്ന സാഹചര്യവും എല്ലാം വ്യത്യാസമായിരിക്കും. ഡോണ്ട് കമ്പയർ. നമുക്കുള്ളത് ദൈവം തരും. വാകീറിയവൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനെങ്കിലും ഒരു വിഹ്വലത നിങ്ങൾക്ക് തോന്നുകയാണ്, ഒരു ആതുരത തോന്നുകയാണ്, ദൈവമേ നാളെ എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഈ പറഞ്ഞ പോലെ ആകാശത്തുള്ള പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയായിരുന്നു പണ്ട് ഞാൻ ഈ സേപ്പിയൻസിന്റെ കഥ പറഞ്ഞില്ലേ ഇന്നലെ. അതിനകത്ത് മനുഷ്യരുടെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു. മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം പ്രവർത്തിപ്പിച്ചാണ് ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇല്ലായ്മ എന്ന് പറഞ്ഞ് വിഹുലത കാണിക്കരുത്. വരും, എല്ലാം നമ്മളെ തേടി വരും. പക്ഷേ നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണം. ഇപ്പം തന്നെ വേണം എല്ലാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപതറിയേക്കാം. അകലക്കാൽ വെക്കകൂടാതെന്ന് എൻ്റെ സീനിയർ നടന സഭാപതി എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് കുറച്ചൊരു നല്ല തുക 3000 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഞാൻ മദ്രാസിൽ പോയിട്ടാണ് ആദ്യമായിട്ട് നല്ല സമ്പാദിച്ചത് കേട്ടോ. സീനിയർ എനിക്ക് എറണാകുളത്തുണ്ട്, പക്ഷേ അത് പഠിക്കാൻ വേണ്ടി മാത്രം പോയിരുന്ന ഒരു 5-6 മാസമേ ഞാൻ പോയിട്ടുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ അത്രയൊന്നും പോയിട്ടുണ്ടാവില്ല. 1 മാസം കൃത്യമായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ തെറ്റയ്ക്കും ഒക്കെ പോയി കോടതി എന്താണെന്ന് പഠിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ അവർ എന്നെ സീരിയസ് ആയിട്ട് എടുക്കണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് സെറ്റിലായാൽ മതി എന്നായിരുന്നു അപ്പോഴേക്കെ. പിന്നെ ഈ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ എത്ര ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം, അല്ലേ? അങ്ങനെ ശ്രദ്ധയിലേക്ക് വന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, എൻ്റെ സീനിയർ നടന സഭാപതി സാറ് നല്ല വഴക്കുറിഞ്ഞർ എന്നാണ് അദ്ദേഹം പറയുക, വക്കീലന്മാരെ കേട്ടോ. അത് നല്ലൊരു തമിഴ് വേർഡാണ്. അദ്ദേഹം പറയുന്നത് അകലക്കാൽ വെക്കக்கூടാതെ, അതായത് നമ്മൾ പറയില്ലേ ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ അല്ലെങ്കിൽ തലയടിച്ച് വീഴുമെന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാം നടക്കും, ഇപ്പം തന്നെ എല്ലാം നടത്തണം അങ്ങനെ വിചാരിക്കുക.
അല്ലേ? ഓരോന്നോരോന്നായിട്ട് നടക്കും. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും താഴോട്ട് നോക്കാതിരിക്കുക. അതായിരുന്നു ഇന്നലത്തെ എൻ്റെ സ്റ്റോറി. അപ്പോൾ ചിലർ അതിനകത്ത് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു സ്റ്റോറി പറയുമ്പോഴേ ഒരു 3 മിനിറ്റിൻ്റെ അത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് പറയാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞ സബ്ജക്റ്റിനോട് കൊണ്ടാണ് ഞാൻ പ്രൊഫഷൻസ് പേരെടുത്ത് പറഞ്ഞത്. ആരോ എൻ്റെ അടുത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് മീനിയൽ ജോബ്സിനെ പറ്റി, അവർ പറഞ്ഞ താഴേക്കിടയിലുള്ള ജോബ്സിനെ പറ്റി പറയാതിരുന്നതെന്ന്. അത് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തതിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ആരും അങ്ങനെ വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പാർക്കുട്ടി ചെഴുത്തിയുടെ കഥ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അത്രത്തോളം പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ തലത്തിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലാക്കി തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ ചിലരെല്ലാം കുറേ ആളുകൾ ഇപ്പോൾ കുറേ വർഷത്തോളം എന്നോട് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അറിയായിരിക്കും അല്ലേ. ഇപ്പോൾ ചേർന്ന് വന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണും കേട്ടോ. അതിൽ കുറേ കഥകളുണ്ട്, എൻ്റെ കഥകൾ കുറേ ഉണ്ട് അതിനകത്ത്. എല്ലാം ദൈവഹിതം അല്ലേ. അപ്പോൾ ചിയേഴ്സ്, നാളെ കാണാം കേട്ടോ. ബൈ.